അപ്പോൾ ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. നമ്മളിതേ പള്ളിയിൽ പോയിട്ട് ഇന്നലെ വന്ന കാര്യമൊക്കെ പറഞ്ഞില്ല. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പിന്നെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അവരായിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ആ കാര്യമേ അങ്ങ് മറന്നുപോയായിരുന്നു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കുക്കിംഗ് ഉണ്ടായിരുന്നു. കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ദേ ഞങ്ങൾ അന്നത്തേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കടന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സിനമൺ റോളാണ് ഉണ്ടാക്കാൻ വെച്ചത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സെയിം ടൈമിൽ ഞാൻ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കി വെച്ച ബട്ടർ ചിക്കൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി തീർക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ജസ്റ്റ് അതിനകത്തേക്ക് ഈ കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും അതേപോലെ തന്നെ മല്ലിയിലേക്ക് കൂടി ഇട്ട് അതിനെ ഒന്ന് ഫൈനൽ ടച്ചപ്പ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ സമയം ഇപ്പോൾ നമ്മുടെ സിനമൺ റോൾ റെഡിയായി വന്ന് അപ്പോൾ അതിനകത്തേക്ക് അതിൻ്റെ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനുണ്ടായിരുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചു. അതേപോലെ തന്നെ പഫ്സിൻ്റെ മസാലയിൽ നിന്ന് സോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ടൈമിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോൾഡ് കോഫിയും സാൻഡ്വിച്ചുമാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കഴിച്ചത്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു മൈഗ്രെയിൻ വന്നായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ പ്രോഗ്രാം ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തല്ല, പോസ്റ്റ്പോണ്ട് ചെയ്തു. ലൈക്ക് ഞങ്ങൾ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ബട്ടർ ചിക്കനും ഗീ റൈസുമാണ് കേട്ടോ അന്ന് കഴിച്ചത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഓക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നത് ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ. എൻ്റെ അടുത്തൊരു മറ്റേ ഒരു സ്ട്രീം പോലെ ഒരു സംഭവമൊക്കെയാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ സ്ഥലം കാണാനായിട്ട്. ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇവിടെ പിക്നിക്കിന് വേണ്ടി കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈ ദ ബൈ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ ഫുഡ്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ മേടിച്ചാണ് കേട്ടോ. ആ സ്വിസ് റോളും അതേപോലെ തന്നെ മിസ്റ്റർ പഫൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചാണ്. ബാക്കിയൊക്കെ നമ്മൾ ഒരുമാതിരി എല്ലാം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു ഈവനിങ് ആയിരുന്നു ഞങ്ങൾക്കത്. അപ്പോൾ ബൈ ദ ബൈ ആയിരിക്കുന്ന മഫിൻസിൻ്റെ ആ ഒരു ട്രേ ഇല്ലേ, ആ ഒരു ഇത് ഡബിൾ ലെയർ ആയിട്ടൊക്കെ വെച്ചത്, അതൊക്കെ ഞാൻ വീട്ടിൽ DIY ചെയ്ത് സെറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങളും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു അടിപൊളിയൊരു മൊമെൻ്റ് ആയിരുന്നു ഈ സാറ്റർഡേ അല്ല ഗൈസ്, സാറ്റർഡേയും പറയാൻ കാര്യം സാറ്റർഡേ ഈവനിങ് തൊട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വൈബുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഈ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് എന്നല്ലല്ലോ, എന്താ പറയുക, ഒരു ടച്ചിങ്സ് പോലെ നമ്മൾ ജസ്റ്റ് നമ്മളുണ്ടാക്കിയ പഫ്സൊക്കെ കഴിച്ചതിന് ശേഷം ഈ ഒരു അരുവിയിലേക്ക് വന്നായിരുന്നു കേട്ടോ. ഈ ചാടിത്തുള്ളി പോകുന്നതൊക്കെ അതേ സെക്കൻഡ് തന്നെ നമ്മൾ തിരിച്ചകത്ത് എറിയായിരുന്നു കേട്ടോ. കാര്യം ഭയങ്കര തണുപ്പായിരുന്നു വെള്ളത്തിന്. അപ്പോൾ മേ ബി നെക്സ്റ്റ് ഇത്തിരി സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ വരാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ബൈ.